കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ തമ്മിലുള്ള പോര് മുറുകുകയാണ്. നേതാക്കളെ പ്രതിച്ഛായ ഉയർത്താനുള്ള മത്സരത്തിൽ പുസ്തകങ്ങളും ഡോക്യുമെന്ററികളും അടക്കം ആയുധമാക്കുകയാണ്. കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തി ഗാനവും പുസ്തകവും പുറത്തിറങ്ങിയപ്പോൾ 2005 കോൺഗ്രസ് പിളർപ്പോർമ്മിപ്പിച്ച് രമേശ് ചെന്നിത്തലയുടെ വീഡിയോയും പുറത്തുവന്നു. വി.ഡി. സതീശിനു വേണ്ടി പുസ്തകവും വീഡിയോകളും അണിയറയിൽ ഒരുങ്ങുന്നതോടെ വരും ദിവസങ്ങളിൽ ഗ്രൂപ്പ് പോര് കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത സ്മൃതി പരുത്തിക്കാടിന് തന്നെ വായിക്കേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കോൺഗ്രസിനോ UDFനോ എന്തെങ്കിലും തരത്തിൽ പരിക്ക് പറ്റുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുന്നതോ വായിക്കുന്നതോ ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടകരമായിരിക്കും. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ 90-ലധികം സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുന്നു, സതീശൻ മുഖ്യമന്ത്രിയാകുന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന് വിപരീതമായി കോൺഗ്രസിനകത്ത് അഥവാ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നുള്ള പൊരിഞ്ഞ തല്ല് നടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. 2021 സംഭവിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊരിഞ്ഞ യുദ്ധം നടന്നു. പിന്നെ എന്തോ മലയാളികളുടെ ഭാഗ്യം കൊണ്ട് ആ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതു മുന്നണിക്ക് മുമ്പത്തേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടെ ജനം അധികാരമേൽപ്പിക്കുകയും ചെയ്തു. അതേ കാര്യം ഇപ്പോൾ വീണ്ടും തനിയാവർത്തനം പോലെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇവരുടെ അടി പതിവ് പോലെ നടക്കുന്നു എന്നാണ് ഇപ്പം സ്മൃതി പരുത്തിക്കാട് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മെയ് 4-ാം തീയതി വോട്ടെണ്ണുള്ളൂ. ആ വോട്ടെണ്ണി തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഏത് മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടുക എന്നറിയുള്ളൂ. കേവല ഭൂരിപക്ഷം കിട്ടുമോ അതോ തൂക്ക് നിയമസഭയായിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം പ്രബലമായ 3 കക്ഷികൾ മത്സരിക്കുന്നുണ്ട്, 3 മുന്നണികൾ മത്സരിക്കുന്നുണ്ട്. LDF, UDF, NDA. ഇത്തവണ BJP ഏതാനും സീറ്റുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായതുകൊണ്ട് ഒരു തൂക്ക് നിയമസഭ ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ മോഹങ്ങളൊക്കെ വെറുതെ എന്താവും, അട്ടത്താവും എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇടതുപക്ഷത്തിനാണ് ഭൂരിപക്ഷം കിട്ടുക എങ്കിൽ നമുക്ക് സംശയമൊന്നുമില്ല, പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. പക്ഷേ UDFനാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ലാത്തത് കൊണ്ടാണ് അവർ തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം നടക്കുന്നത്. അതിന് 3 പ്രധാന നേതാക്കളാണ് ഇപ്പോൾ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്നത്. അതൊന്ന് വി.ഡി. സതീശനാണ് നമുക്കറിയാം, പിന്നൊന്ന് രമേശ് ചെന്നിത്തലയാണെന്നറിയാം, 3 ഇതൊന്നും അല്ലാത്ത മത്സരിക്കാത്ത കെ.സി. വേണുഗോപാൽ എന്നറിയാം. ഇവർ 3 പൊരിഞ്ഞ യുദ്ധത്തിലാണ്. ഈ 3 പേരുടെയും അനുയായികളെ ഈ 3 പേരെയും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പലവിധ കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയും പുകഴ്ത്തിക്കൊണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ ഈ എഴുത്തുകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് ഇവർ തമ്മിലുള്ള കളി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ടൊരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞു. അത്രേ നമ്മുടെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ തന്നെ വലിയ മോഹമായിട്ട് ഇറങ്ങിയതാണ്. അവസാനം പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാതെ വന്നു. അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ടൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് പറയുന്നു. അതൊന്ന് നമുക്ക് ആദ്യം കണ്ടു നോക്കാട്ടോ, എന്നിട്ട് നമുക്ക് വി.ഡി. സതീശൻ്റെ അവിടേക്കൊക്കെ വരാം. For the betterment of the country and the betterment of the future of the people, we can come together and work together. 1956 മെയ് 25 ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്തുള്ള ചെന്നിത്തലയിൽ വി. രാമകൃഷ്ണൻ നായരുടെയും ദേവകിയമ്മയുടെയും മകനായി രമേശിന്റെ ജനനം. ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. ആലപ്പുഴ ജില്ലാ ട്രഷറർ, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും രമേശ് പ്രവർത്തിച്ചു. 1980 KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി രമേശ് ചെന്നിത്തല തിരഞ്ഞെടുക്കപ്പെട്ടു. 1982 വിദ്യാർത്ഥി പ്രസ്ഥാനമായ NSUIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ദേശീയ തലത്തിലും അദ്ദേഹം തന്റെ കരുത്തറിയിച്ചു. ഒരു നാടിനെ ഭരണകൂടങ്ങളെ വിമർശിക്കണം, തെറ്റുകളെ വിമർശിക്കണം, നേരെ പറയണം. എൻ്റെ അമ്മോ, ഒരു വലിയ ജീവചരിത്രം തന്നെ രമേശ് ചെന്നിത്തലയുടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ മത്സരത്തിനായിട്ട് ഈ അനുഭാവികൾ പടച്ചു വിട്ടിട്ടുണ്ട്. അല്ല, ഇത് കണ്ടും കേട്ടുകൊണ്ട് മറ്റു 2 പേർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അവരെന്താ ഇത്രയും കാലം കയ്യിലൂത്തിയത് വെറുതെയാണോ എന്നുള്ളൊരു ചോദ്യമില്ലേ? അവർ മാക്സിമം തങ്ങളുടെ ആരാധകരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മെയ് 4 എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കെത്തും. അഥവാ ലോട്ടറി അടിച്ച പോലെ UDFന് നറുക്ക് വീഴുകയാണെങ്കിൽ പിന്നെ സമയം കിട്ടില്ല. അതിവേഗമായിരിക്കും ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുക. ഒരാളാണെങ്കിൽ ഹൈക്കമാൻഡ് തന്നെയാണ്, അത് തന്നെയാണ് മറ്റു 2 പേരുടെ പേടിയും. കാരണം ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമ്പോൾ ഈ ഹൈക്കമാൻഡിലുള്ള ആൾ തന്നെ ഇങ്ങോട്ട് വന്നാലോ, ഇവർ തമ്മിൽ പൊരിഞ്ഞടി നടന്നാൽ നിങ്ങൾ 2 പേരും മടി കൂടണ്ട, ഞാൻ ഇവിടുന്ന് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എല്ലാം പോയില്ലേ, എല്ലാ സ്വപ്നവും പൊലിഞ്ഞില്ലേ. ഈ കഴിഞ്ഞ 5 വർഷം സതീശൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലേ? നമ്മുടെ രമേശ് ചെന്നിത്തല 10 വർഷമായി കൊണ്ടു നടക്കുന്ന മോഹം വെറുതെ ആയില്ലേ? അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ആരാധകര് ഒരു AI വീഡിയോ മുഴുവൻ ചരിത്രം, ഇത്രയും കാലത്തെ ചരിത്രം മുഴുവൻ ഇനി അഥവാ ഹൈക്കമാൻഡ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. മറുവശത്ത് ഓൾറെഡി ഒരു പുസ്തകം ഇറക്കി കഴിഞ്ഞു.
വി.ഡി. സതീശനാകട്ടെ സോഷ്യൽ മീഡിയ വഴിയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പേരാണ് വി.ഡി. സതീശൻ തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എഴുത്തുകൾ അങ്ങ് കൊണ്ടു നിറയ്ക്കുകയാണ്. അത്തരത്തിലൊരു കുറിപ്പ് ഞാൻ കാണിച്ചു തരാം, ഒരു സാമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോളൂ. 5 കൊല്ലം പാർട്ടിക്ക് വേണ്ടി വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ അത് കൊയ്യുന്നതും സതീശൻ തന്നെ ആയിരിക്കും. ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇതിലും കടുപ്പിച്ചാണ് പലതും പറയുന്നത്. അതുകൊണ്ട് ആ കട്ടിൽ കണ്ടിട്ട് ആരും പനിക്കണ്ട കേട്ടോ, മനപ്പായസം ഉണ്ണണ്ട എന്ന് തന്നെയാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു രത്ന ചുരുക്കം. ഇതിലും കടുപ്പിച്ചാണ് കേട്ടോ മറ്റു പല സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളും. അതൊന്നും നമുക്കിവിടെ പറയാനേ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇവർ തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം എന്തായാലും മെയ് 4-ാം തീയതി വോട്ടെണ്ണുന്നത് വരെ എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഉണ്ടാവുമോ എന്നുള്ളത് പിണറായിയുടെ ഗ്രഹനില അനുസരിച്ചിരിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നന്ദി, നമസ്കാരം. എന്തായാലും ഇത്തരം വാർത്തകൾ വായിക്കുന്നത് സ്മൃതി പരുത്തിക്കാടിന് വലിയ സങ്കടകരമായിരിക്കുമെന്ന് മാത്രം വാൽകഷ്ണമായി പറയട്ടെ. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.